ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ചെക്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, നമ്മുടെ 10ാം ക്ലാസ് ഹിന്ദിയിൽ സേ ബഡേ ഷോമേൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ചാർലി ചാപ്ലിന്റെ ഒരു ജീവനി അല്ലേ. അപ്പോൾ ഈ ജീവനിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്ക് ചെയ്താണ് അപ്നെ നൻഹെ ബേട്ടെ കാ ഷാൻദാർ സ്റ്റേജ് ഷോ ദേഖ് കർ. തന്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ സുന്ദരമായ, ഷാൻദാർ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ, സുന്ദരമായ അല്ലെ, അതിമനോഹരമായ ആ സ്റ്റേജ് ഷോ കണ്ടുകൊണ്ട് ചാർലിക്ക് മാം ബഹുത്ത് ഖുഷി ഹോ ഗയി. ചാർലിയുടെ അമ്മക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ, മകൻ 5ാമത്തെ വയസ്സിൽ സ്റ്റേജ് കയറി മേഞ്ഞുല്ലേ. ഓക്കെ, അപ്പോൾ ചാർലിയുടെ നമുക്ക് ഭയങ്കര സന്തോഷമായി. ചാർലിക്ക് മാം കി ഉസ് ദിൻ കി ഡയറി ലിഖേ. അപ്പൊ നമ്മുടെ ചാർലിയുടെ അമ്മ അന്നത്തെ ആ രാത്രി ഒരു ഡയറി എഴുതുന്നത് നിങ്ങളോട് സങ്കല്പിക്കാൻ പറയാണ്. എന്നിട്ട് ചാർലിയുടെ അമ്മയുടെ ഡയറിയാണ് ചോദിക്കുന്നത്. അപ്പൊ അന്ന് ചാർലിയുടെ അമ്മ നമുക്കറിയാം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂറ്റടഞ്ഞു പോയി, അങ്ങനെ പ്രശ്നമായി, മാനേജർ ബഹളം ഉണ്ടാക്കി. അങ്ങനെയാണ് ചാർലി സ്റ്റേജിലേക്ക് എത്തുന്നതും ചാർലി ജാക്ക് ജോൺസൺ തുടങ്ങുന്ന പാട്ട് പാടിയതും പിന്നെ കാണികളെ കയ്യിലെടുത്ത് കാണികൾ പൈസ വാരി എറിഞ്ഞു. അങ്ങനെ കുറെ കലാപരിപാടികളാണ് നടന്നു അല്ലേ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഈ ഡയറി എഴുതാൻ. അപ്പൊ ഏതായാലും നമുക്ക് ആ ഡയറി ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ മക്കളെ, ഇതാണ് നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റ്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് വരികൾ താഴേക്കും കൂടിയുണ്ട്, ഞാനിത് കുറച്ച് വലുതാക്കി കാണിക്കുകയാണ്. അപ്പൊ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നല്ല, നല്ലൊരു ബോക്സിൽ വേണം നിങ്ങൾ ഡയറി എഴുതാൻ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല ഡയറിയൊക്കെ. അങ്ങനെ കാണാതെ പഠിച്ചിട്ടുള്ള നിങ്ങൾ പഠിച്ച ഡയറി തന്നെയാണ് വരുന്നതെങ്കിൽ മക്കളെ, നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ തുടക്കത്തിൽ തന്നെ ഡയറി അങ്ങോട്ട് എഴുതിക്കൊണ്ട് ഫ്രഷ് പേജിൽ. എപ്പോഴും ഈ ഡയറി, ലെറ്റർ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതൊരു ഫ്രഷ് പേജിൽ കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല മാർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. കംപ്ലീറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു ഡയറി എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിന്റെ ഒരു 3/4 പേജോ 1/2 പേജൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും അതൊരു ഫ്രഷ് പേജിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഹിന്ദിയിൽ ചെറിയ അക്ഷര തെറ്റുകളും ചെറിയ വാക്കുകളും മിസ്റ്റേക്ക് ഒന്നുണ്ടെങ്കിലും മൈൻഡ് ഒന്നും ചെയ്യില്ല. എന്തായാലും നിങ്ങൾ നോക്കുക. എന്തായാലും ആദ്യം തന്നെ നിങ്ങൾ ഡയറിയിൽ ചെയ്യേണ്ടത് ഒരു ഡേറ്റ് എഴുതാന്നുള്ളതാണ്. ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. മാസത്തിന്റെ പേര് ഇവിടെ ഞാൻ ജൂൺ എന്നാ കൊടുത്തത്, നിങ്ങൾക്ക് ജൂലൈ എന്നോ ജനുവരി എന്നോ ഫെബ്രുവരി എന്നോ എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാസത്തിന്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ എളുപ്പമുള്ള പേരാണ് ഇവിടെ കൊടുത്തത്, അത് ഹിന്ദി തന്നെ കൊടുക്കുക. നിങ്ങൾ ഇതെല്ലാം കൂടെ കാണാതെ പഠിച്ചോളൂ, പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതാം. ഇവിടെ ഞാൻ ആ പരിപാടി നടന്ന ആ ഡേറ്റ് തന്നെയാണ് ഇട്ടത്, ആ വർഷം തന്നെയാണ് 1894. നിങ്ങൾക്ക് വേണമെങ്കിൽ 2023 വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ഡേറ്റ് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഇനി അടുത്ത ഒരു ഡേ, ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഡേ ആണോന്നൊന്നും ആരും ഇവിടെ നോക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേ, രവിവാറോ സോമവാറോ ശുക്രവാറോ ബുധവാറോ ഏതെങ്കിലും ഒരു തെങ്ങിടുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ രവിവാർ എന്നിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 1/2 മാർക്ക് ഇവിടെ തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ഡേറ്റ് അതേപോലെ തന്നെ ഡേ ഇതിടുക. ഇത് ചില ആൾക്കാർ ഇവിടെ കോമന്റ് ആയിട്ട് നേരെ ഡേ ഇടാറുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വരിയും കൂടി നമുക്ക് കൂടുതൽ കിട്ടിയല്ലോ. നമ്മുടെ ആവശ്യം എന്താ, കൂടുതൽ വരികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മളെ കൊണ്ട് വരിയൊക്കെ എഴുതിയിട്ട് ഏതായാലും കൂടുതൽ വരി ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വരി കൂടുതൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ അല്ലേ. ഓക്കെ, എന്നിട്ട് ഇത് ബോക്സിലാക്കണം കേട്ടോ. ഞാനിവിടെ ബോക്സ് ആക്കിയിട്ടില്ല, കുറച്ച് ചില ഭാഗത്ത് മാത്രമേ ബോക്സ് വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ബോക്സ് ആക്കിയിട്ട് ചെയ്യണം. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, സാധാരണ നമ്മൾ ഡയറി തുടങ്ങുന്ന പോലെ തന്നെ ആജ് മേരെ ജീവൻ കാ സബ്സെ അവിസ്മരണീയ ദിൻ താ. ആഹാ, അതിമനോഹരം അല്ലേ. എന്താ പറഞ്ഞത്? ഇന്ന് എന്റെ ജീവിതത്തിലെ അതിമനോഹരമായ, അവിസ്മരണീയമായ എന്നല്ല പറഞ്ഞത്, അവിസ്മരണീയമായ ദിവസമായിരുന്നു അല്ലെ. ചാർലിയുടെ അമ്മ പറയാണ്. ദെൻ ഗാത്തെ സമയ, പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേരി ആവാസ്, എന്റെ ശബ്ദം ഫട്കർ ഫുസ്ഫസാഹട്ട് മേം തബ്ദീൽ ഹോ ഗയി. ഫട്കർ എന്ന് പറഞ്ഞാൽ ഇടറിക്കൊണ്ട് അല്ലെ, ഫുസ്ഫസാഹട്ട് മേം, ഫുസ്ഫസാഹട്ട് എന്ന് പറഞ്ഞാൽ പതിഞ്ഞ സ്ഥലം, നമ്മളെ കൂറ്റടഞ്ഞത് പോലുള്ള ശബ്ദം അല്ലെ. അങ്ങനെ എന്താ ഇത് തബ്ദീൽ ഹോ ഗയി. തബ്ദീൽ ഹോന എന്ന് പറഞ്ഞാൽ എന്താ, ബദൽന, ചേഞ്ച് ആവും അല്ലെ, മാറി. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം ഇടറിപ്പോയി, എന്റെ ശബ്ദം ആകെ കൂറ്റടഞ്ഞതുപോലെയായി. ലോക് ചില്ലാനേ ലഗേ, ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ചില്ലാനേ ലഗേ, ആർപ്പ് വിളിക്കാൻ തുടങ്ങി. ക്യാ കരൂ മേം, ഞാൻ എന്താ ചെയ്യാ അല്ലെ. നമ്മൾ ഡയറിയിൽ ഇങ്ങനത്തെ ഡയലോഗ് നമ്മൾ എപ്പോഴും ഡയറിയിൽ എഴുതണം. നിങ്ങൾ ഏത് ഡയറി എഴുതുകയാണെങ്കിലും ഇങ്ങനെയുള്ള സെൽഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കുന്ന, ഞാനിപ്പോ എന്താ ചെയ്യുക, ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കില്ല വാട്ട് ഷാൾ ഐ ഡു അല്ലേ, ഞാൻ എന്താ ചെയ്യാന്ന്, അതേപോലെ ചോദിക്കുന്നതാണ് ക്യാ കരൂ മേം, ഞാനിപ്പോ എന്താ ചെയ്യാ. എന്താ ഉസ് അഭദ്ര ഷോറിനെ, ആ അശുഭകരമായ, അഭദ്ര എന്ന് പറഞ്ഞ ഒരു വിശേഷണമാണ്. ഷോർ എന്ന് പറഞ്ഞാൽ ആവാസ്, ഇതേ അർത്ഥം തന്നെയാണ്. ഈ ആവാസിന്റെ അതേ മീനിങ് തന്നെയാണ്. ഷോർ എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം. അതിന് കൊടുത്തൊരു വിശേഷണമാണ് അഭദ്ര, അശുഭകരമായ, കേൾക്കാൻ രസമില്ലാത്ത ആ ഒരു ശബ്ദം എന്ത് ചെയ്തു, മുജെ, എന്നെ, അതായത് അമ്മ പറയാണ്, എന്നെ സ്റ്റേജ് സേ ഹട്നെ കോ മജ്ബൂർ കർ ദിയ. മജ്ബൂർ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിർബന്ധിതനാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഹട്നെ കോ, ഹട്ന എന്ന് പറഞ്ഞാൽ ഹട്ട് മാറി അല്ലെങ്കിൽ മാറിപ്പോവും അല്ലെ. അപ്പൊ സ്റ്റേജ് വിട്ടു പോവാൻ എന്നെ നിർബന്ധിതയാക്കി. അപ്പം പാട്ട് പിന്നെ അമ്മയുടെ ശബ്ദം അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ അവസാനം എന്ത് ചെയ്തു, സ്റ്റേജിൽ നിന്ന് പോരാൻ അമ്മ നിർബന്ധിതയായി എന്നാണ് അവൾ പറയുന്നത്. തബ്, അപ്പോൾ മാനേജറിനെ മേരാ ബേട്ട ചാർലിക്കോ സ്റ്റേജ് പർ ഭേജ്നെ കി സിദ് കിയ. സിദ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ മാനേജർ എന്താ ചെയ്തത്, മേരെ ബേട്ട, എന്റെ കുട്ടിയായിട്ടുള്ള ചാർലിയെ സ്റ്റേജിലേക്ക് ഭേജ്നെ കി, ഭേജ്ന അയക്കാൻ അർത്ഥം, അയക്കാൻ നിർബന്ധിച്ചു, വാശി പിടിച്ചു അല്ലെ. ദെൻ
5 साल को बच्चे उस उग्र भीड़ को जेल पाएगा, जेल പാന എന്നൊക്കെ പറഞ്ഞ നമ്മൾ സാമന കർണ നേരിടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് കേവൽ 5 साल के बच्चे, ചാർലിക്ക് അന്നാകെ 5 വയസ്സേ ഉള്ളൂ. അപ്പൊ 5 വയസ്സുകാരനായ കുട്ടി ഉസ് ഉഗ്ര ഭീഡ് കോ, ഭീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എന്നാണ് അർത്ഥം. ഉഗ്ര എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തൊരു വിശേഷണമാണ്. ഈ അതിഭയാനകമായിട്ടുള്ള ഉഗ്ര ശബ്ദത്തിലൊക്കെ നിൽക്കുന്ന ആ ഉഗ്ര എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് വളരെ വലിയ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ആ വലിയ ജനക്കൂട്ടത്തെ എങ്ങനെ നേരിടാനാണെന്ന് ഇങ്ങനെ അമ്മ ഭയപ്പെടുകയാണ് അല്ലേ. ദെൻ മേ ഡർ ഗയി, ഞാൻ ആകെ ഭയപ്പെട്ടു പോയി. ദെൻ ലേക്കിൻ ബഹുത്ത് മുബാഹിസ കെ ബാദ്, പക്ഷെ കുറെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ചർച്ചകൾക്ക് ശേഷം, മുബാഹിസ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ എന്ന് പറയാം, തർക്കം എന്ന് പറയാം, വാഗ്വാദം എന്ന് പറയാം. ഓക്കെ, അപ്പൊ കുറെ വാഗ്വാദങ്ങൾക്ക് ശേഷം ഉസേ അവനെ മഞ്ച് പർ ബേജിനേക്ക് സഹമത് ദി. മഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് എന്നാണ് അർത്ഥം. സ്റ്റേജിൽ തന്നെ എഴുതിയാലും മതി. നിങ്ങൾ മഞ്ച് എന്നുള്ള വാക്ക് കിട്ടിയെങ്കിൽ സ്റ്റേജിൽ തന്നെ എഴുതിയാൽ മതി. അപ്പൊ എന്തായാലും മഞ്ച് പൊട്ടായി ഓർത്തിച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് കിട്ടും. അപ്പൊ അവൻ എന്ത് ചെയ്തു, സ്റ്റേജിലേക്ക് അയക്കാനായി എന്ത് ചെയ്തു, സഹമത് ദി, സമ്മതം നൽകി. സഹമത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സമ്മതം നൽകി അല്ലെങ്കിൽ അനുമതി നൽകി അല്ലെ. ലേക്കിൻ ബാത്തേം ഉലട്ടി, ഉലട്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്. പക്ഷെ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു. അമ്മ പ്രതീക്ഷ പോലെ അല്ല സംഭവിച്ചത്. ചാർലി ബഹുത്ത് ആത്മവിശ്വാസ് കെ സാത്ത് മഷൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. ചാർലി ബഹുത്ത് ആത്മവിശ്വാസ് കെ സാത്ത്, വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഒരു മഷൂർ ഗീത്, ഗീത് പറഞ്ഞ പാട്ട്, അതിന് കൊടുത്ത വിശേഷണമാണ് മഷൂർ അല്ലെ, പ്രസിദ്ധമായ എന്നാണ് അർത്ഥം. അപ്പൊ പ്രസിദ്ധമായ ജാക്ക് ജോൺസ് എന്ന് തുടങ്ങുന്ന പാട്ടനെ കണ്ട് ശുരു കിയ, ആരംഭിച്ചു അല്ലെ. ജബ് ഗാന ആദാ ഹി ഹുവ, ആദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എന്നർത്ഥം. അപ്പൊ പാട്ട് പകുതി ആയപ്പോൾ തന്നെ തബ് സ്റ്റേജ് പർ പൈസോं की ബൗച്ചാർ ശുരു ഹോ ഗയി. ബൗച്ചാർ എന്ന് പറഞ്ഞാൽ പേമാരി, കൂട്ടം എന്നൊക്കെ അർത്ഥം. പണത്തിന്റെ പേമാരി പെയ്യാൻ തുടങ്ങി, ആളുകൾ പൈസ വാരി എറിയാൻ തുടങ്ങി. തബ് ചാർലിനെ ഗാന രോക്ക് ദിയ. അപ്പൊ സ്റ്റേജിലേക്ക് ഇങ്ങനെ പണം വാരി വിതർന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് കുറെ പണം ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ചാർലിനെ ഗാന രോക്ക് ദിയ, രോക്ക് ദിയ എന്ന് പറഞ്ഞാൽ നിർത്തി. ചാർലി പാട്ട് പാടുന്ന അവിടെ നിർത്തിയില്ലേ. എന്നിട്ട് എന്താ ചെയ്തത്, ഓർ ഘോഷണാക്കി, ഘോഷണാക്കി എന്ന് പറഞ്ഞാൽ പ്രസംഗിക്ക് ഒരു പ്രഭാഷണം നടത്തി. ചാർലി വാചാലനായിട്ട് പറയണത് പഹലെ മേ യെ പൈസേ ബട്ടോരുക, ആദ്യം ഞാൻ ഈ പൈസയൊക്കെ ഒന്ന് ശേഖരിക്കാട്ടോ എന്ന്. ബട്ടോർന എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, അവിടെ ഒരു ഈ വരേണ്ട ആവശ്യമില്ല കേട്ടോ. ബട്ടോർന എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക എന്നാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ പൈസയൊക്കെ ഒന്ന് ശേഖരിച്ചോട്ടെ, ഓർ ഉസ്കെ ബാദ് ഹി ഗാവുക, അതിനുശേഷം ഞാൻ പാടി തരട്ടോ എന്ന്. വളരെ നിഷ്കളങ്കമായിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഈ ചാർലി പറഞ്ഞ ചെറിയ കുട്ടി, 5 വയസ്സുകാരനായ കുട്ടിയാണ്, ഞാൻ ഈ പൈസക്ക് ഒന്ന് പെറുക്കിക്കോട്ടിട്ട് എന്നിട്ട് പാടി തരട്ടോ എന്ന് അല്ലേ. അപ്പൊ എന്താ സംഭവിച്ചത്, ചാർലിക്ക് യഹ് മാസൂമിയത്ത് ബാത്തോനെ, മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ. ചാർലി വളരെ നിഷ്കളങ്കയോട് കൂടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ചാർലിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഹാൾക്കോ ഹൻസി ഗർമേൻ തബ്ദീൽ കർദിയ, തബ്ദീൽ കർണ നമ്മൾ നേരത്തെ പറഞ്ഞു മാറുക അല്ലെ. ആ ഹാൾ എന്തായിട്ട് മാറി എന്നാ പറഞ്ഞത്, ഹസീഗർ, ഹസ്ന പറഞ്ഞാൽ ചിരിക്കാന്നല്ല അർത്ഥം മക്കളെ, ഗർ എന്ന് പറഞ്ഞാൽ വീട്, ഹസീഗർ എന്ന് പറഞ്ഞാൽ ചിരിവീട് അല്ലെ. അതായത് ആ ഹാൾ ഉണ്ടായിരുന്ന ദർശകവും എല്ലാ ആളുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഹാൾ എന്നെ ഒരു ചിരിമന്ദിരമായിട്ട് മാറി എന്നാ പറഞ്ഞത്. വഹ് ജനതാമേം ഗുദ്ഗുദി ഫൈലാദീത്തി, അവൻ ആളുകളിൽ ഇക്കിളി പരത്താൻ തുടങ്ങി അല്ലെങ്കിൽ ആവേശം നിറയ്ക്കാൻ തുടങ്ങി അല്ലെ. ദെൻ ഉസ്നെ ദർശകോं के सामने, അവൻ ഈ ഒരു കാഴ്ചക്കാർക്ക് മുന്നിൽ, ദർശകൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരനെ, കാഴ്ചക്കാർക്ക് മുന്നിൽ നിർത്തുകിയ, ആദ്യം പാട്ടാ പാടിയത്, പിന്നെ എന്ത് ചെയ്തു, നിർത്തുകിയ, അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ബാത്ത് ചീത്കി, അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഓർ കൈ ഗായകോं की നക്കൽ ഉത്താരി, നക്കൽ ഉത്താറാണ് നക്കി തിന്നാന്നല്ല, നക്കൽ ഉത്താറാണ് കോപ്പി അടിക്കുക അല്ലെങ്കിൽ അനുകരിക്കുക എന്നാണ്. ഇവിടെ മിമിക്രി ചെയ്യാന്നാണ് അർത്ഥം കേട്ടോ. അതായത് കുറെ ഗായകന്മാരുടെ ശബ്ദവും ചാർലി അനുകരിച്ചു. ഉസ്നെ മേരി ഫട്ടി ആവാസ് കി ബി നക്കൽ ഉത്താരി തീ. അപ്പൊ അമ്മയാണല്ലോ ഈ ഡയറി എത്തുന്നത്. അപ്പൊ അമ്മ പറയണത് എന്റെ ആ ഫട്ടി ആവാസ്, ഇടറിപ്പോയ ശബ്ദം കൂടി അവൻ അനുകരിച്ചു എന്നാണ് പറയുന്നത്. അന്ത്മേം, അവസാനം ദർശകവും ദേർ തക്ക് ഗഡേ ഹോക്കർ താലിയാം ബച്ചായി, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇവന്റെ പാട്ട്. അങ്ങനെ എന്ത് ചെയ്തു, ദർശകോനെ ദേർ തക്ക് എന്ന് പറഞ്ഞാൽ കുറെ സമയം വരെ എന്ത് ചെയ്തു, ഗഡേ ഹോക്കർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താലിയാം ബജായി, താലിയാം ബജാന എന്താ, കൈയടിച്ചു, കൈയടിക്കും മക്കളെ. ഓക്കെ, കൈ ലോഗ്, കുറെ ആളുകള് മേരെ ഹാത്ത് മിലാക്കർ, എന്റെ കൈ പിടിച്ചുകൊണ്ട്, എന്റെ എന്ന് പറഞ്ഞാൽ ചാർലിയുടെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മേരെ ചോട്ടെ ബച്ചേക്ക് താരിഫ് കി, താരിഫ് കർണ എന്ന് പറഞ്ഞാൽ എന്താ, വാഹ്വാഹി കർണ അല്ലെങ്കിൽ പ്രശംസ കർണ അല്ലെ, പ്രശംസിക്കുക. അപ്പൊ എന്റെ മകനെ അഭിനന്ദിച്ചു, നിങ്ങളെ മോന് ഹനുമാനാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര പുകയത്തില്ല, ആള് കൊള്ളാന്ന് പറഞ്ഞിട്ട് അമ്മയെ പുകയത്തി, മകനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെ. യഹ് ചാർലി കാ പഹല സ്റ്റേജ് താ, ഇത് ചാർലിയുടെ ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നു. ഓർ മേര ആഖിരി, എന്റെ അവസാനത്തേതും. ഉസ്നെ ജന്മ ലേലിയാത്ത, അവൻ ജന്മം കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ചാർലി ജനിച്ചു കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത്. ആജ് കാ ദിൻ മുझे കബി ബി ഭൂൽ നഹീ സക്തി, ഇതൊക്കെ എല്ലാ ഡയറിയിലും നമുക്ക് വെക്കുന്ന ഡയലോഗാണ്. ഇന്നത്തെ
ഇന്നത്തെ ദിവസം എനിക്കൊരിക്കലും ഭൂൽ നഹി സക്തി, ഭൂൽ പറഞ്ഞാൽ മറക്കല്ലേ, മറക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇത്രയും എഴുതിയതിനു ശേഷം നമ്മൾ ഈ ബോക്സ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഡയറി. അപ്പൊ ഇത് നിങ്ങൾ എഴുതി വരുമ്പോൾ എന്തായാലും ഒരു 3/4 പേജെങ്കിലും വരും. അപ്പൊ മക്കളെ, ഞാനിപ്പോൾ അത് കറക്റ്റ് ഡയറിന്റെ ഫോർമാറ്റിൽ അതിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ ആണല്ലോ അല്ലെ, നമ്മൾ വലിയൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എന്തായാലും കുറെ വാക്കുകൾ നമ്മൾ തന്നെ വിഴുങ്ങി പോകില്ലേ, പിന്നെ അത് എഴുതുമ്പോൾ വീണ്ടും അതിന് കുറച്ചും കൂടി മറന്നു പോകും. അപ്പൊ അങ്ങനെ ഒന്നും മറന്നു വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 4 മാർക്കിന്റെ ഡയറിയാണ്. ഒരു 8 വേർഡ്സ് ഉണ്ടായ 8 വേർഡ്സ് അല്ല 8 സെന്റൻസ് ഉണ്ടായ തരം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു അര പേജൊക്കെ മതി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ കിട്ടാത്ത എന്തെങ്കിലും, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വല്ല സെന്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വിഴുങ്ങിക്കുക. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് ഇതേപോലെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ ഇതിൽ തുടക്കവും അവസാനവും ഒന്ന് ഗംഭീരാക്കിയാൽ മതി. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വിഴുങ്ങിക്കോളി. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിന് എന്തെങ്കിലുമൊക്കെ സെന്റൻസുകളും ഈ ചോദ്യത്തിൽ ഉണ്ടാവും, വേറെ സ്ഥലത്തുണ്ടാവും, ഒക്കെ എന്തെങ്കിലുമൊക്കെ സെന്റൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സെന്റൻസുകളൊക്കെ ഉണ്ട് ഇടയിൽ കുത്തി കയറ്റിക്കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു 3-4 സെന്റൻസും അവസാനത്തിൽ 1-2 സെന്റൻസ് ഒന്ന് പെർഫെക്റ്റ് ആക്കിയാൽ മതി. പിന്നെ ഡയറിയുടെ ഫോർമാറ്റും വന്നാൽ മക്കളെ 100-150% ഞാൻ ഉറപ്പുവരാം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഒരു ടെൻഷനും വേണം കേട്ടോ. സോ അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ മൊത്തം പഠിച്ചോളി. എല്ലാത്തവരും ഇത്രയെങ്കിലും ചെയ്യാട്ടോ. ആദ്യത്തെ 2-3 സെന്റൻസ് പഠിക്കുക, അവസാനത്തെ 2-3 സെന്റൻസ് പഠിക്കുക. അത്രയെങ്കിലും പഠിക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു കത്താണ്. എന്താ സംഭവം നോക്കേ. ചാർലി സ്റ്റേജ് पर पहली बार आया और माम आखिरी बार. ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായി വന്നു, അമ്മ അവസാനമായിട്ടും. ദെൻ എന്താണ്, അല്ലെങ്കിൽ അമ്മയുടെ അവസാനത്തെ സ്റ്റേജ് ആയിരുന്നു. ഈ സംബന്ധമേ ചാർലി അപ്പനെ മിത്രക്കെ നാം पर പത്ര ലിഖ്താ ഹൈ. ഈ ഒരു സംഭവത്തെ കുറിച്ച് ചാർലി തന്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതാന്ന് വിചാരിക്കി. യഹ് പത്ര കൽപ്പന കർക്കരിക്കെ. ആ ഒരു കത്ത് സങ്കല്പിച്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ചാർലി തന്റെ കൂട്ടുകാരൻ അയക്കുന്ന കത്താണ്. ഇത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ സംഭവം തന്നെ വെച്ചിട്ട് ചാർലിയുടെ അമ്മ അമ്മയുടെ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അയക്കുന്ന കത്തും ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. രണ്ടായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചാർലി അയക്കുന്ന കത്താണെങ്കിൽ മക്കളെ നിങ്ങൾ ചാർലിയുടെ ഡയറി ഉണ്ടല്ലോ, ആ ഡയറി കത്തിന്റെ കണ്ടന്റ് ആയിട്ട് എഴുതുക. ഇനി ചാർലിയുടെ അമ്മയാണ് കത്ത് എഴുതുന്നതെങ്കിൽ ചാർലിയുടെ അമ്മയുടെ ഡയറി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആ ചാർലിയുടെ അമ്മയുടെ ഡയറി കത്തിന്റെ കണ്ടന്റ് ആയിട്ട് എഴുതുക. അപ്പൊ കത്തിൽ കുറച്ച് ഫോർമാറ്റ് ഉണ്ട്, അതുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. നേരത്തെ ഇപ്പം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് സ്പീഡിൽ വായിക്കാം കേട്ടോ. അപ്പൊ ഒരു കത്ത് എഴുതുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫ്രഷ് പേജ് എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഫ്രഷ് പേജിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ കത്ത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ബോക്സ് വരയ്ക്കണം. ഞാനിവിടെ വരച്ചിട്ട് വിചാരിച്ച് നിങ്ങൾ വരയ്ക്കാക്കരുത്, ബോക്സ് വരയ്ക്കണം, ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇടുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ സ്ഥാൻ എന്ന് മേലെ എഴുതുക, അടിയിൽ താരീഖ് എഴുതുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ് ഒക്കെ കൊടുക്കുക, അതേപോലെ ഡേറ്റ് നേരത്തെ നമ്മൾ ഡയറിയിൽ കൊടുത്താൽ കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഏകദേശം 1 മാർക്കോളം നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, സ്ഥാന താരീഖ് എഴുതിയാൽ അല്ലെങ്കിൽ മിനിമം ഒരു 1/2 മാർക്കെങ്കിലും എന്തായാലും കിട്ടും. 4 മാർക്കിൻ്റെ ആണ്. അപ്പോൾ 1/2 മാർക്കെങ്കിലും അവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു 1/2 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക എന്താണ്, ഒരു സല്യൂട്ടേഷൻ, ഒരു അഭിസംബോധന കൊടുക്കുമ്പോഴാണ്. അതിന് നിങ്ങൾ ഇവിടെ പ്രിയ എന്ന എഴുതിയതിനു ശേഷം കൂട്ടുകാരന് ഒരു പേര് കൊടുക്കുക. പ്രിയ സഹേലി, പ്രിയ മിത്ര എന്നൊന്നും കൊടുക്കരുത്. നമ്മൾ കൂട്ടുകാരനെ കൂട്ടുകാരാന്നല്ലല്ലോ വിളിക്കല്, കൂട്ടുകാരനെ ഒരു പേരല്ലേ വിളിക്കല്. അപ്പൊ അതിന് വരും ഇവിടെ പ്രിയ ടോണി എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. ഇതെന്നെ എഴുതി വെച്ചാലും മതി. ഓക്കെ, ഏതെങ്കിലും ഫ്രണ്ടിന് ആരെങ്കിലും എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ പേരെന്നെ എഴുതി വെക്കുക. എന്നിട്ട് ഒരു കോം ഇടണം, മറക്കരുത്. അപ്പൊ ഇത്ര ആയാൽ തന്നെ 1 മാർക്ക് അല്ലെങ്കിൽ 1.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഇനി നമ്മുടെ കണ്ടന്റ് ആണ്. അപ്പൊ ഒരു ഫ്രണ്ടിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കേണ്ട മക്കളെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. കൈസി ഹോ തും, എടോ സുഖല്ലേ അല്ലേ, എന്താണ്, സോച്താ ഹൂം തും കുശൽ ഹോ, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. മേ ബേബി യഹാം ടീക് ഹൂം, എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. ദെൻ തുമാരി പടായി കൈസേ ചൽ രഹി ഹേ, നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു. അപ്പൊ ഇത് അമ്മയാണ് എഴുതുന്നെങ്കിൽ പടായിക്ക് പകരം കാം എന്ന് എഴുതിയാൽ മതി, ജോലി എന്ന് എഴുതിയാൽ മതി. വലിയ ആൾക്കാരാകുമ്പോൾ പിന്നെ പഠനമാവില്ലല്ലോ, ജോലി ആവുമല്ലോ. അപ്പോൾ ചാർലി ഇപ്പൊ കുട്ടിയായതുകൊണ്ട് പടായി എന്ന് എഴുതി, അമ്മയാണെങ്കിൽ കാം എന്ന് എഴുതുക, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി അഖിലെ ചിട്ടിമേം ക്യാ തും ഇധർ നഹി ആവോगे, അടുത്ത അവധിക്ക്, ചുട്ടി എന്ന് പറഞ്ഞ അവധി, അടുത്ത അവധിക്കാലത്ത്, ഇപ്പം ജോലി ആയാലും എന്തായാലും അവധിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അടുത്ത അവധിക്കാലത്ത് നീ ഇവിടേക്ക് വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ദെൻ മേ തുജേ ഹമേഷ ഇന്റസാർ കർത്താ ഹൂ, ഞാൻ നിന്നെ എപ്പോഴും കാത്തിരിക്കുകയാണെന്ന്. അപ്പൊ അമ്മയാണെങ്കിൽ ഇവിടെ കർത്ത എന്ന് പറയുന്നവരെ കർത്തി നോക്കുക. ഓക്കെ, സ്ത്രീലിംഗമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ചാർലി ആണെങ്കിൽ ഇങ്ങനെ ഇതാ, ചാർലിയുടെ അമ്മയാണെങ്കിൽ അങ്ങനെ ചെറിയൊരു ചേഞ്ച് വരുത്തുക. അപ്പൊ ഫസ്റ്റത്തെ പാരഗ്രാഫായി ഇതിന് നിങ്ങൾക്ക് ഒരു 1/2 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, ദെൻ ഇനി നമ്മുടെ കണ്ടന്റ് ആണ്. കണ്ടന്റ് ഞാൻ പറഞ്ഞു, കണ്ടന്റ് ഞാൻ ഇതിലിപ്പോൾ എഴുതിയിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഡയറി അതേമാതിരി അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ചാർലി ആണെങ്കിൽ ചാർലിയുടെ ഡയറി എഴുതുക, ചാർലിയുടെ അമ്മ എന്ന കത്താണ് ചാർലിയുടെ അമ്മയുടെ ഡയറി എഴുതുക. ഓക്കെ, അപ്പൊ ഏതായാലും ഞാനൊന്ന് വായിച്ചാണ് ഞാൻ എഴുതിയത്. അടുത്തൊരു പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ കണ്ടന്റ് എഴുതുന്നത്. ഫസ്റ്റ് തന്നെ ടോണി, നമ്മൾ ആ പേര് വീണ്ടും വിളിക്കുകയാണ്. ടോണി, മേ തുമാരെ ഏക്ക് തുംസെ ഏക്ക് ഗാസ് ഗബർ സാഞ്ചാ കർണ ചാത്താ ഹൂം. ഗാസ് എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട, വിശിഷ്ടമായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഗബർ എന്ന് പറഞ്ഞാൽ വാർത്ത, ഒരു പ്രധാനപ്പെട്ട വാർത്ത നിന്നെ സാഞ്ചാ കർണ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ, നിന്നോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പ്രധാനപ്പെട്ട വാർത്ത നിന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇനി എന്താണ്, കൽ മേരെ ജീവൻ കാ സബ്സെ അവിസ്മരണീയ ദിൻ താ. ഇന്നലെ നമ്മൾ ഡയറിയിൽ ആജ് എന്നല്ലേ കൊടുത്ത, അതിന് പകരം എന്ത് ചെയ്യുക, കൽ എന്ന് കൊടുക്കുക, ഇന്നലെ എന്ന് കൊടുക്കുക. കാരണം അന്ന് സംഭവം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കത്ത് ചെയ്ത. അപ്പൊ ഇന്നലെ എന്റെ ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായ ഒരു ദിനമായിരുന്നു. ഇനി ബാക്കിയുള്ളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗുകളാണ്. ഗണഗാത്തെ സമയം മേരി മാം കി ആവാസ് ഫട്കർ ഫുസ്സാഡ്മേ തബ്ദീൽ ഹോ ഗയി. ഞാൻ വായിക്കുന്നില്ല,
നേരത്തെ ഡയറിയിലുള്ള അതേ കാര്യങ്ങൾ അതേപടി ഇവിടെ എഴുതി വെച്ചാണ്. ചാർലി ചാപ്ലിന്റെ ഡയറിയാണ്. അമ്മയാണ് കത്ത് എഴുതുന്നെങ്കിൽ അമ്മയുടെ ഡയറി അതേമാതിരി ഇവിടെ എഴുതുക. ഈ ഫസ്റ്റത്തെ ഒരു സെന്റൻസ് മാത്രം ഇതിങ്ങനെ എഴുതിയിട്ട് ബാക്കി ആദ്യം എന്നുള്ളടത്ത് കല്ല് വെച്ച് കൊടുത്തിട്ട് അതങ്ങോട്ട് നേരം കണ്ട് ചാമ്പിയാൽ മതി മക്കളെ. അപ്പൊ ഇനി ഇതിന്റെ ലാസ്റ്റ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ കണ്ടില്ല നിങ്ങൾ, യഹ് മേരാ പഹല സ്റ്റേജ് താ ഓർ മാ കി ആഖിരി, പിന്നെ മേനെ ജന്മ ലേ ലിയാ താ, ആജ് കാ ദിൻ മുझे കഭി ഭി നഹീ ബോൾ സക്താ, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ആ ഡയലോഗ് അതേമാതിരി എഴുതി അതിനുശേഷം പിന്നെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് എന്താ, ഇസി കെ സാത്ത്, ഇതോടുകൂടി മേം അപ്നാ പത്ര, ഞാൻ എന്റെ കത്ത് സമാപ്ത കർത്താവും, അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം കത്തിൽ നിങ്ങൾ വെക്കുക കേട്ടോ, ലാസ്റ്റിൽ വെക്കണ്ട. ഇതോടുകൂടി ഞാൻ എന്റെ കത്ത് അവസാനിപ്പിക്കുകയാണ്. തുമാരി പരിവാർ വാലംസ്, നിന്റെ കുടുംബക്കാർക്കൊക്കെ നിന്റെ വീട്ടുകാർക്കൊക്കെ മേരി പ്രണാം കഹന, എന്റെ അന്വേഷണം അറിയിക്കുക. ദെൻ തുമാര ജവാബ് പത്രക്കോ പ്രതീക്ഷാസെ, നിന്റെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ താഴെ എഴുതേണ്ടത് ഞാൻ അടുത്ത പേജിലാണ്, അടുത്ത പേജിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ താഴെ കുറച്ച് കാര്യം കൂടി എഴുതാം, കൂടി ചെയ്താൽ അരമാർക്ക് കൂടി കിട്ടുള്ളൂ കേട്ടോ. കത്തിന്റെ അവസാനം പറ്റിയ 2 കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. റൈറ്റ് സൈഡിൽ നിങ്ങൾ തുമാരാ പ്യാരാ മിത്ര എന്ന് എഴുതാം. ഓക്കെ, തുമാരാ പ്യാരാ മിത്ര. അതിനടിയിൽ ആരാണ് കത്ത് എഴുതുന്നത് അവരുടെ പേര് എഴുതുക. ഇവിടെ ചാർലി ചാപ്ലിൻ ആണ്, അമ്മയാണെങ്കിൽ ഹന്ന ചാപ്ലിൻ, ചാർലിയുടെ അമ്മയുടെ പേര് ഹന്ന എന്നാണല്ലോ, ഹന്ന ചാപ്ലിൻ എന്ന് എഴുതുക. ഇനി വേറെ ആരെങ്കിലാണ് കത്ത് എഴുതുന്നെങ്കിൽ അവരുടെ പേര് എഴുതുക. ഓക്കെ, അതിനുശേഷം ഹസ്താക്ഷർ എന്ന് എഴുതുക. നമ്മൾ ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും, ഇംഗ്ലീഷിൽ നമുക്കറിയാം നമ്മൾ SD സൈൻഡ് എന്നിട്ട് ചെയ്യാം, SD എന്നിട്ട് കണ്ട് ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇടലാണ്. അതിന് പകരമായിട്ട് ഹിന്ദിയിൽ ഹസ്താക്ഷർ, ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്നാണ് അർത്ഥം, എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സൈൻ ഒരിക്കലും പേപ്പറിൽ എഴുതരുത് കേട്ടോ. എപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ സ്വന്തം പേരും അതേപോലെ തന്നെ നമ്മുടെ സൈനൊന്നും SLC ബുക്കിലും മറ്റുള്ള പേപ്പറുകളിലൊന്നും വരരുത്. അപ്പൊ ഇപ്പോഴേ എഴുതി പഠിക്കുക ഹസ്താക്ഷരം കേട്ടോ. ദെൻ അതിനുശേഷം അതിന്റെ നേരെ താഴെയായിട്ട് അടുത്ത വരിയിൽ, ഇവിടെ നേരായി പോയിട്ടുണ്ട്, അടുത്ത സ്റ്റെപ്പായിട്ട് നേരടിയിൽ ഒരു ബോക്സ് വരയ്ക്കണം കേട്ടോ. ഒരു ബോക്സിനകത്തായിട്ട് സേവാമയം, സേവാമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സാണ്. അതിനുശേഷം നാം, നിങ്ങൾ ആളുടെ പേര് എഴുതണം. നേരത്തെ നമ്മൾ മേലെ ടോണി എഴുതിയ ആ ടോണിന്നൊന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നാം എഴുതാ, പത്താറിന് അഡ്രസ്സ്, ഇത്ര എഴുതിയാൽ മതി. അവരുടെ അഡ്രസ്സ് ഒന്നും കംപ്ലീറ്റ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ എഴുതിയാൽ ഇതിന് തന്നെ 1/2 മാർക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത്ര എഴുതിയിട്ട് ഇതാണ് ബോക്സ് ആക്കി കഴിയുക. നമ്മുടെ കത്ത് ഇവിടെ കംപ്ലീറ്റ് ആയി, അടി 2 വരയ്ക്കുക, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മക്കളെ കത്ത് എഴുതല്. അപ്പൊ ഇടയിൽ ചേർക്കേണ്ട കാര്യമൊക്കെ മനസ്സിലായില്ലേ? ഇനി ചാർലിയുടെ അമ്മയുടെ ഡയറി അയച്ച കത്ത് വെച്ചാലും ചാർലിയുടെ കത്ത് വെച്ചാലും എഴുതിക്കൂടെ? പ്രശ്നം കഴിഞ്ഞല്ലോ. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഉറപ്പാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചിലപ്പോൾ ഈ വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, അതേപോലെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.